Good morning. Good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ആയിരുന്നു. ഓക്കെ, അപ്പോ അതിനകത്ത് നമ്മൾ പറഞ്ഞത് സോഴ്സ് പറഞ്ഞു, പൈപ്പിംഗ് നെറ്റ്വർക്ക് പറഞ്ഞു, വാൽവ്, ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Next, warnings and alarms system. It is the function of warnings and alarm systems to give information for the responsible staff for the whole plants in cases of failure, detection or change requirements. Hence, there are two main alarm systems: master alarms and alarm area alarms. Master alarm monitors the main gas line and source conditions. Area alarm are the form of alarm panels and their functions is to monitor the condition of a specific critical care areas. Okay, അപ്പോൾ അലാംസിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. വാർണിംഗ്സ് ആൻഡ് അലാം സിസ്റ്റം. വാർണിംഗ്സ് സംവിധാനം എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രം മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് എന്ത് ഈ വാർണിംഗ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പോൾ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്യാസിന് ലീക്കേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് വാർണിംഗ്സ് കൊടുക്കുന്നതാണ് വാർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഗ്യാസിന് ലീക്കേജ് സംഭവിക്കുമ്പോഴോ എങ്ങനെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാർണിംഗ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ എന്താണ്, അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് വാർണിംഗ്സ് എന്ന്. അതുപോലെ തന്നെ അലാംസ് ഉണ്ട്. രണ്ട് രീതിയിൽ അലാംസ് ഉണ്ട്. മാസ്റ്റർ അലാം ഉണ്ട്, അതുപോലെ തന്നെ ഏരിയ അലാം ഉണ്ട്. മാസ്റ്റർ അലാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ഗ്യാസ് ലൈൻസും അതുപോലെ തന്നെ സോഴ്സ് കണ്ടീഷൻസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലാം അടിക്കുന്നുണ്ട്, അതാണ് മാസ്റ്റർ അലാം. അതുപോലെ തന്നെ ഏരിയ അലാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഏരിയാസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലാമാണ് ഏരിയ അലാം, ഒരു സ്പെസിഫിക് ഏരിയനെ ബേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസ്റ്റർ അലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഗ്യാസ് ലൈനിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലാം അടിക്കും. അതിനെയാണ് മാസ്റ്റർ അലാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അടിക്കുന്ന അലാമാണ് എന്ത് ഏരിയ അലാം എന്ന് പറയുന്നത്. ഇതാണ് വാർണിംഗ്സ് ആൻഡ് അലാം സിസ്റ്റത്തിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ്. Outlet are point which connections can be made to medical gas piping system to supply under pressure while inlet supply work. അപ്പോ എന്താണ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു എൻഡ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞല്ലേ. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ് ആണ്, എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന എൻഡ് പോയിന്റിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഗ്യാസ് ഉണ്ട് അല്ലെ, ആ ഗ്യാസിൽ എന്തുണ്ട്, റെഗുലേറ്റർ ഉണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ഓൺ ആക്കുമ്പോൾ എന്താണ്, ഈ നമ്മള് ഗ്യാസ് ഓൺ ആക്കുമ്പോഴാണ് സിലിണ്ടറിൽ ആ ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസ് ആ പൈപ്പ് ലൈനിലൂടെ വന്നിട്ട് നമുക്ക് കത്തിക്കാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ സ്റ്റാർട്ടിങ് പോയിന്റ്.
സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ്. അവിടെയാണ് നമ്മൾ എക്യുപ്മെന്റ് കണക്ട് ചെയ്ത് പേഷ്യൻസിന് നമ്മൾ എന്തൊക്കെ ഗ്യാസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഔട്ട്ലെറ്റ്, എൻഡ് പോയിന്റ്. അതുപോലെ തന്നെ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഗ്യാസസിന്റെ ആ സോഴ്സിൽ നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കാം കേട്ടോ. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ് ആണ്. ഇനി സെക്കൻഡറി എക്യുപ്മെന്റ്സ്. full hose, gas follow matters, cages and vacuum regulators are not a part of the pipeline system. They can contribute greatly to gas and vacuum consumptions. These items should be checked frequently as a part of a routine inspection procedure. എന്താണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ full hose, അതുപോലെ തന്നെ ഈ ഗ്യാസ് ഫ്ലോ മാറ്റേഴ്സ്, മീറ്റേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഈ ഗേജസ്, അതുപോലെ തന്നെ വാക്യൂം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് ദി പൈപ്പ് ലൈൻ. ഇതൊക്കെ ഈ എന്താണ് ഇതൊക്കെ പൈപ്പ് ലൈൻ സംവിധാനം അല്ലാത്ത മറ്റു ഏതെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സെക്കൻഡറി എക്യുപ്മെന്റിൽ നിന്ന് വരുന്നതാണ്. അതായത് കൃത്യമായിട്ടുള്ള അത് പരിശോധിക്കുകയും അത് ആവശ്യമെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ സെക്കൻഡറി എക്യുപ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഓൾ ഹോസ്, അതുപോലെ തന്നെ ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കേജസ് ഉണ്ട്, വാക്യൂം റെഗുലേറ്റേഴ്സ്. ഇതൊക്കെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പൈപ്പ് ലൈൻ സംവിധാനം അല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ പറയുന്നതാണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വാർണിംഗ്സ് ആൻഡ് അലാം സിസ്റ്റം, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്, അതുപോലെ സെക്കൻഡറി എക്യുപ്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം.
ഓക്കെ. ഇനി 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഫോർ പേഷ്യൻസിന്റെ ഗുണങ്ങള്, അവർക്ക് കിട്ടുന്ന ഗുണങ്ങള്, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ നോക്കുന്നത് ഫോർ പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. നോക്കാം. There will be no disturbing sight of oxygen cylinders at the bedside. നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ വെക്കും അല്ലെ, ബെഡിന്റെ അല്ലെങ്കിൽ രോഗി കിടക്കുന്ന സൈഡിൽ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിലുള്ള സിലിണ്ടേഴ്സ് ഒക്കെ ആയിരിക്കും വെക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അപ്പൊ എന്താണ് നമുക്ക് കിടക്കാനും അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു മറ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് എന്തോ ഇരിക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യും അല്ലെ. ബുദ്ധിമുട്ടാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ വലിയ രീതിയിലൊക്കെ നമ്മുടെ കിടക്കുന്ന സൈഡിലൊക്കെ ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വാർഡിലായാലും അതുപോലെ തന്നെ റൂമുകളിലായാലും പണ്ട് കാലങ്ങളിലെ ഹോസ്പിറ്റൽസിൽ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബെഡിന്റെ അവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് നമുക്ക് കിടക്കുന്ന സൈഡിൽ അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പൈപ്പ് ലൈൻ സംവിധാനം ആയതോട് കൂടിയിട്ട് എന്താണ് ഇങ്ങനെ ബെഡിന്റെ സൈഡിൽ ഇരിക്കുന്ന ആ കാഴ്ച ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്സിജൻ സിലിണ്ടേഴ്സുകള് ബെഡിന്റെ അവിടെ ഇരിക്കുന്ന ബെഡിന്റെ ആ സൈഡിൽ ഇരിക്കുന്ന ആ കാഴ്ച ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താണ് elimination of the annoying noises from the movement of cylinders in and around the hospitals. അതുപോലെ തന്നെ ഇപ്പോ വലിയ തരത്തിലുള്ള സിലിണ്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മള് ഇപ്പോ റൂമിലേക്കോ വാർഡിലേക്കൊക്കെ കൊണ്ടുവരുമ്പോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് നമ്മള് ഗ്യാസുകൾ ഓരോ ഗ്യാസുകളും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ മൂവ്മെന്റ് അതിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സൗണ്ടുകൾ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് sterile ഏരിയ ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ ഈ സിലിണ്ടേഴ്സിന്റെ യൂസേഴ്സിന് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് ഇങ്ങനെയുള്ള സിലിണ്ടേഴ്സ് കൊണ്ടുപോകുന്നതെങ്കിൽ സ്റ്റെറിലൈസ്ഡ് ഏരിയാസ് ഒക്കെ ആയിരിക്കും അവിടെ. അത് എന്താണ് കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് എന്താണ് അണുവിമുക്തമായിട്ടുള്ള ഏരിയ എന്താണ് മലിനമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള പൈപ്പ് ലൈൻ സംവിധാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. അതുപോലെ തന്നെ ആവശ്യമായ ഏരിയയിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സപ്ലൈ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ് ആണല്ലോ പറഞ്ഞത്. നമ്മള് പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സിനെക്കാട്ടിലും ഇപ്പൊ ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനിലുള്ള സംവിധാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതലായിട്ടുള്ള പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ പറഞ്ഞത് ആ ഓക്സിജൻ സിലിണ്ടേഴ്സിന്റെ ആ ബെഡ് സൈഡിലുള്ള കാഴ്ച ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ സിലിണ്ടേഴ്സിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൗണ്ട് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഈ എന്താണ് ഈ മൂവ്മെന്റ്സുമായിട്ട് അല്ലെ, ഈ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്ന യൂസേഴ്സിന്റെ ആ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാല് എന്താണ് അണുവിമുക്തമാക്കിയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെയുള്ള സിലിണ്ടേഴ്സ് കൊണ്ടുപോകുമ്പോൾ എന്താണ് മലിനമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പൈപ്പ് ലൈൻ എന്താണ് കാലം ഇങ്ങനെയുള്ള ഈ ടെക്നോളജി നമ്മൾ മാറ്റി അല്ലെ, ടെക്നോളജി വൈസ് ഇങ്ങനെ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് ഗ്യാസുകള് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ പ്രൊട്ടക്ഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അല്ലെ, ഏതൊരു ആവശ്യമായിട്ടുള്ള ഏരിയയിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ള സപ്ലൈ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കിയേ.
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. നോക്കാം. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. എന്താണ് അത് പറയുന്നത്? ടാപ്പുകളിൽ ഗ്യാസുകൾ അവൈലബിൾ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. സ്വിഫ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ അത് അവൈലബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. വൃത്തിയുള്ളതും അതുപോലെ തന്നെ സുരക്ഷയുള്ളത്, സേഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആയിട്ട് ആശ്രയിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഗ്യാസിന്റെ വിതരണം ലഭ്യമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വൃത്തിയുള്ളതും സേഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള അത് ആശ്രയിക്കുവാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്യാസിന്റെ ഒരു വിതരണം ലഭ്യമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലർ ഫ്ലോ ഓഫ്, അവിടെ ഗ്യാസസ് എന്നാണ് കേട്ടോ, ഗേറ്റ്സ് അല്ല, ഗ്യാസസ്. Gases whenever and wherever needed. ഇവിടെ പറയുന്നത് എവിടെയൊക്കെയാണോ അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണോ ഗ്യാസസ് വേണ്ടത് അത് റെഗുലർ ആയിട്ട് ഫ്ലോയില് ഗ്യാസസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ, എവിടെയൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്, അത് നമുക്ക് റെഗുലർ ആയിട്ട് അതിന്റെ ഫ്ലോ ഫ്ലോയില് നമുക്ക് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ സിലിണ്ടേഴ്സ് തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോൾ സിലിണ്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ തെറ്റായ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്യാസസുകൾ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് ഫസ്റ്റ് വൺ? സ്റ്റാഫിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ടാപ്പുകളിൽ നിന്ന് ഗ്യാസുകൾ അവൈലബിൾ ആക്കി പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളതുമായിട്ട് ആശ്രയിക്കുവാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഗ്യാസസിലെ വിതരണം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ എപ്പോഴൊക്കെയാണോ ഗ്യാസസുകൾ ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ റെഗുലർ ആയിട്ടുള്ള ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഗ്യാസസുകൾ ഉപയോഗിക്കുന്ന തെറ്റായ രീതികൾ കുറയ്ക്കാനായിട്ട് അല്ലെ, അത് കുറച്ചുകൊണ്ട് നമുക്ക് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അയച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, easy purchase of gases in large quantity at a favorable term. എന്താണ് easy purchase of gases in large quantity at a favorable term എന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങളിലുള്ള ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോ വെക്കാനായിട്ടും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. വെക്കാനായിട്ടൊക്കെ സ്പേസ് നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വേണം അല്ലെ. അങ്ങനെയുള്ള സ്പേസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെയുള്ള സോഴ്സ് റൂമുകളുണ്ട്. പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഗ്യാസുകൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് സോഴ്സ് റൂം ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ സോഴ്സ് റൂം, അത് വെക്കാനായിട്ടും അത് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ സോഴ്സ് റൂം ഉണ്ട്. അപ്പൊ ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് ഗ്യാസുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ്. അതായത് ഇപ്പൊ ഗ്യാസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സാമ്പത്തിക ലാഭം കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സോഴ്സ് റൂം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നായിട്ടാണോ പർച്ചേസ് ചെയ്യാം? അല്ല, ഒരു കൂട്ടമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരെണ്ണം വാങ്ങിക്കുമ്പോഴാണോ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ വാങ്ങിക്കുമ്പോഴാണോ നമുക്ക് ലാഭം ഉണ്ടാവാം? എങ്ങനെയാ ലാഭം ഉണ്ടാവുക? കൂട്ടമായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോ അല്ലെ, അങ്ങനെയല്ലേ? ആ, കൂട്ടമായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ സോഴ്സ് റൂം ആയതുകൊണ്ട്, സോഴ്സ് റൂം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട്. ലെസ്സർ ബ്രേക്കേജ്, അതായത് ഇപ്പം സിലിണ്ടേഴ്സ് അങ്ങനെ എന്താണ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് തകരാറുകൾ കുറവായിരിക്കും, കുറയ്ക്കാൻ പറ്റും ഇല്ലേ. മറ്റു സിലിണ്ടറുകൾ പോലെ നമ്മൾ വെച്ചൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇല്ലേ. മറ്റു എന്താണ് പണ്ടുള്ള സിലിണ്ടേഴ്സ് പോലെ നമുക്ക് വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള തകരാറ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ rationalization in ordering, storing and transporting a wide variety of and the size of gas cylinder എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ വെറൈറ്റി ഓഫ് സിലിണ്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇപ്പോ നമുക്ക് ലഭ്യമാണ്. less damage to building due to handling of സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ പഴയ കാലത്ത് സിലിണ്ടർ ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഡാമേജ് വരുത്താനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് ഇപ്പം ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിൽഡിംഗ് ഡാമേജ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അഴിച്ചു നോക്കാം.
ഇനി നെക്സ്റ്റ് ആ ബോക്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓരോ ഗ്യാസിന്റെയും കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ഒന്ന് പറയാട്ടോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. പറഞ്ഞോ. ഇങ്ങനെ oxygen white, nitrous oxide light blue, medical layer black and white, suction yellow, nitrogen black, carbon dioxide gray. ഓക്കെ, ഓരോന്നിന്റെയും കളർ കോഡാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ഗ്യാസും ഉണ്ട് അല്ലെ. ഓക്കെ, ഓക്സിജൻ വൈറ്റ് ആണ്, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ ആണ്, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, സെക്ഷൻ അറിയാലോ അത് യെല്ലോ ആണ്, നൈട്രജൻ ബ്ലാക്ക് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ ആണ് കേട്ടോ. ഓരോന്നിന്റെ കളർ കോഡ് പഠിക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Safe practices when working with the compressed gases. Okay, compressed gasസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ രീതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടക്ടർ. ഓക്കെ, അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ് നോക്കിയേ. Condenser of gas cylinders should be distinctly recognized. എന്താ അവിടെ പറയുന്നത്? ഒരു ഗ്യാസ് സിലിണ്ടറുമായിട്ടുള്ള ആ ഗ്യാസിന്റെ ഉള്ളടക്കം ഐഡന്റിഫൈ ചെയ്യുക. അതാണ് അവിടെ പറയുന്നത്. ഒരു സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസിന്റെ ഉള്ളടക്കം ഐഡന്റിഫൈ ചെയ്യുക. ഇനി എന്താ? Color coding is not a dependable means of identification. Cylinder colors differ from supplier to supplier. ഇനി കളർ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിന്റെ കേസിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആശ്രയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്? സിലിണ്ടറിന്റെ കേസിൽ ഒരു സപ്ലയറിൽ നിന്നും മറ്റൊരു സപ്ലയറിലേക്ക് നമ്മൾ വരുമ്പോൾ ഡിഫറെന്റ് കളർ ആയിരിക്കും അല്ലെ. അപ്പം നമുക്ക് ആ കളർ വെച്ചിട്ട് നമുക്ക് ഇന്നതാണ് ഗ്യാസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സപ്ലയർ ടു സപ്ലയർ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ആശ്രയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Do not disfigure or remove any marking tag and stencil mark used for identification of condenser attached by the gas vendors. അതുപോലെ തന്നെ ഗ്യാസ് വെൻഡേഴ്സ് സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഗ്യാസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്റ്റെൻസിൽ മാർക്കിംഗ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ടാഗ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കിംഗ് ഉണ്ടാവും. അപ്പോ അതെന്താണ്? അത്തരത്തിലുള്ള ഈ മാർക്കിംഗ് മാറ്റങ്ങൾ വരുത്താനായിട്ട് പാടില്ല നമ്മള്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടൻസർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ പറയുന്നത്? ഗ്യാസ് വെൻഡേഴ്സ് സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്റ്റെൻസിൽ മാർക്കിംഗ് ടാഗ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കിംഗ് ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ആ മാർക്കിങ്ങില് മാറ്റങ്ങൾ വരാനായിട്ട് പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെയുള്ള മാർക്കിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കണ്ടന്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഗ്യാസ് വരുമ്പോ അതിന്റെ അവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം.
ഇനി അതുപോലെ തന്നെ എന്താ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് a clearly written stamped attestance to the identification of the content should not be used and the gas vendors should be contacted for removal. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് വെൻഡേഴ്സിന് എന്താണ് കൊണ്ടുവരുന്ന ആ ഗ്യാസസ് ഇത്തരത്തിലുള്ള സ്റ്റെൻസിൽ മാർക്കിംഗ് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മളത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, വെൻഡേഴ്സിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യുക, ഇങ്ങനെ മാർക്കിംഗ് ഇല്ല എന്നുള്ളത്, മാറ്റി തരണം എന്നുള്ളത് ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇൻഫോം ചെയ്യണം. ഓക്കെ, അത്തരത്തിലുള്ള മാർക്കിംഗ് ഇല്ലാത്ത നമ്മൾ ഈ ഗ്യാസുകൾ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നെക്സ്റ്റ് ആണ് read the MSDS and labels for all the materials you work with. എന്താണ് MSDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. MSDS അതിന്റെ ഫുൾ ഫോം ആണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഈ ഗ്യാസസുകൾ എങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു മാനുവൽ ആണ് MSDS എന്ന് പറയുന്നത് കേട്ടോ. MSDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസസുകൾ എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു മാനുവൽ ആണ് MSDS എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കൃത്യമായിട്ട് അത് യൂസ് ചെയ്യാം എന്നുള്ളൊരു മാനുവലിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ വായിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും TV വാങ്ങിക്കുമ്പോൾ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ മാനുവൽ കിട്ടുമല്ലോ, ഇതെങ്ങനെ കണക്ട് ചെയ്യാം അല്ലെ, ഇതെങ്ങനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, മാനുവൽ നമുക്ക് കിട്ടാറില്ലേ? അതുപോലെ തന്നെയുള്ള ഒരു മാനുവൽ ആണ്, ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനുവൽ ആണ് MSDS, അതായത് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനുവൽ നമ്മൾ യൂസ് ചെയ്തത് നോക്കിയിട്ട് വേണം ഗ്യാസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സിൽ വരുന്നത്. എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, ഗ്യാസിലെ ആ സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാസിന്റെ ഉള്ളടക്കം ഐഡന്റിഫൈ ചെയ്യാം. ഇനി കളർ കോഡിംഗ് ആണ് സെക്കൻഡ് നമ്മൾ പറഞ്ഞത്. കളർ കോഡിംഗ് എന്നത് സിലിണ്ടറിന്റെ കേസിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താണ് സപ്ലൈ ടു സപ്ലൈയുടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് എന്താണ് ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് വെൻഡേഴ്സിന് എന്താണ് സിലിണ്ടറിനുള്ളിലെ ഗ്യാസ് തിരിച്ചറിയാൻ വേണ്ടി സ്റ്റെൻസിൽ മാർക്കിങ് അത് ടാഗ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്കിന് മാറ്റങ്ങൾ വരുത്താനായിട്ട് പാടില്ല. വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടന്റ് ആണ് ഉള്ളത്, എന്ത് ഗ്യാസ് ആണ് ഉള്ളതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇപ്പോ വെൻഡേഴ്സ് കൊണ്ടുവരുന്ന, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാല് കച്ചവടക്കാരല്ലേ, ആ കച്ചവടക്കാരൻ കൊണ്ടുവരുന്ന ആ ഗ്യാസ് എങ്ങനെയുള്ള സ്റ്റെൻസിൽ മാർക്കുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റെൻസിൽ മാർക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും അത് യൂസ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം, വെൻഡറിനെ വിളിച്ചിട്ട് ഇത് മാറ്റി തരാനായിട്ട് പറയണം. അതുപോലെ തന്നെ MSDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനുവൽ ആണ്. എന്ത് മാനുവൽ ആണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആണ്. നമ്മൾ എന്തൊരു സാധനം, എന്തൊരു ഐറ്റം, ഗ്യാസ് മാത്രമല്ല എന്തൊരു ഐറ്റവും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് മാനുവൽ കിട്ടും അല്ലെ. അതായത് അത് യൂസ് ചെയ്തുകൊണ്ട് അത് എങ്ങനെ യൂസ് ചെയ്യാം, ആ മാനുവൽ നോക്കിയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാനുവൽ ആണ് MSDS എന്ന് പറയുന്നത് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യാം, ഇതിന്റെ ഓരോ കാര്യങ്ങളിലും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അത് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യാനായിട്ട്. വെച്ചോക്കെ
കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം. Operational safety check. First one, cylinders must always be secured. അല്ലെ, എപ്പോഴും സിലിണ്ടേഴ്സ് എന്താണ് സേഫ് ആയിട്ട് വേണം, നമ്മൾ സുരക്ഷിതമായിട്ട് വേണം, സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ടോ, സുരക്ഷിതമാണോ എന്നുള്ളത് പരിശോധിക്കാം. Never open the cylinders valve if not the cylinders is linked to a regular or to equipment. Leak should never be tested with a leak flame. അപ്പൊ എന്താ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, നമ്മള് റെഗുലേറ്ററുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ എക്യുപ്മെന്റുമായിട്ടൊക്കെ നമ്മൾ ലിങ്ക് ചെയ്യാത്തപ്പോ എന്ത് ചെയ്യാൻ പാടില്ല, വാൽവ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കാനായിട്ട് പാടില്ല. ഇല്ലേ, നമ്മൾ വീടുകളിലായാലും നമ്മൾ അത് യൂസ് ചെയ്ത് ഗ്യാസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്ത് വെക്കും റെഗുലേറ്റർ, അല്ലെ ഇല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ചിലപ്പോ പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് പോവാം, ചിലപ്പോൾ ലീക്കേജ് സംഭവിക്കാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. Open and close valve using only reasonable force. Open on turning the handle wheel or cylinder valve key anti-clockwise. Close the turn in the hand wheel or cylinder valve key clockwise. എന്താണ് പറയുന്നത്, ഇപ്പോഴും നമ്മൾ ഈ വാൽവ് എന്താണ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നമ്മൾ വാൽവ് ഈ ഫോഴ്സ് കൊടുക്കാനായിട്ട് പാടില്ല. അത് നമ്മൾ ഫോഴ്സ് കൊണ്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോവാം അല്ലെ, നമ്മൾ മുറുക്കി ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഡാമേജ് സംഭവിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് അത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും അധികം ഫോഴ്സ് അല്ല, ആവശ്യമുള്ള ഫോഴ്സ് മാത്രം കൊടുത്തിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്യാനായിട്ടായാലും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനായിട്ടായാലും പാടുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അതുപോലെ തന്നെ വാൽവ് ഓപ്പൺ ആക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ്, വാൽവ് ഓപ്പൺ ആക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ തിരിക്കുന്നത്, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആണ് തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഉള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി എന്താ, സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്, ventilated and cleaned at any time. The round surface should be fairly level and firm that allow for easy storage access. അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ, നമ്മൾ ഈ ഗ്യാസ് വെക്കുന്ന സ്റ്റോറേജ് ഏരിയ, സ്റ്റോർ റൂം എന്ന് പറയുന്നത് സേഫ് ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലീൻ ആവണം, വെന്റിലേഷൻ വേണം, കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ വേണം, അതുപോലെ തന്നെ സിലിണ്ടർ വെക്കുമ്പോൾ നിരപ്പായിട്ടുള്ള സ്പേസിലായിരിക്കണം വെക്കാനായിട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നിരപ്പായിട്ടുള്ള സ്പേസിൽ വെക്കണം എന്ന് പറയുന്നത്. നമ്മളത് എളുപ്പത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മളെ എളുപ്പത്തിന് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കണം എന്ന് പറയുന്നത്.
സേഫ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, വെന്റിലേഷൻ വേണം, നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓപ്പറേഷൻ സേഫ്റ്റി ചെക്കിൽ വരുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. വായിച്ചു കഴിഞ്ഞാൽ പറയാം. നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ vertical position if not specifically designed to be used otherwise. ഇതാണ് ഇപ്പോഴും സിലിണ്ടേഴ്സ് നമ്മൾ ലംബമായിട്ട് അല്ലെങ്കിൽ കുത്തനെ ആയിട്ടായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെയല്ല വെക്കാതെ ലംബമായിട്ട് അല്ലെങ്കിൽ കുത്തനെയാണ് സിലിണ്ടേഴ്സ് വെക്കുന്നത്. ഇനി എന്താ? ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി സേഫ്ലി regulated to prevent the falling off. ഇനി എന്താണ്? ഈ സിലിണ്ടേഴ്സ് നമ്മൾ വീഴാതിരിക്കാനായിട്ട് അത് സേഫ് ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് നിയന്ത്രിച്ച് വെക്കാനായിട്ട് നോക്കാം. വീഴാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ, ഡാമേജുകളൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് അത് വീഴാതിരിക്കാൻ കൃത്യമായിട്ട് അത് സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം, നിയന്ത്രിച്ച് വെക്കാനായിട്ട് നോക്കാം. Cylinders must always be secured to a trolley when being shifted. ഇതാണ് സിലിണ്ടേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് ട്രോളീസ് അല്ലെ, ട്രോളീസ് യൂസ് ചെയ്യണം. ട്രോളീസ് അറിയാലോ, നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അറിയാലോ, ആ ട്രോളീസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Make sure that the cylinder or gas is the right one of the intentional use. ഇപ്പൊ എന്താണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത്? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ സിലിണ്ടേഴ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താം അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും പേഷ്യൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ഉദ്ദേശമാണ് അതുള്ളത്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലിണ്ടേഴ്സ് എടുത്തിരിക്കുന്നത് എന്നുള്ള അത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. Sort out and obviously mark full and empty cylinders. Cylinders രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഫുൾ ആയിട്ട് നിറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ലേ. ഒരെണ്ണം ചിലപ്പോൾ എന്താണ് ബാക്കപ്പ് ആയിട്ട് നമ്മൾ വെക്കും അല്ലെ. ഇപ്പൊ അത് തീർന്നിട്ടുണ്ടെങ്കിൽ എംപ്റ്റി ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഫുൾ ആയിട്ടുണ്ടാവും. രണ്ട് രീതിയിൽ സിലിണ്ടേഴ്സ് ഉണ്ടാവും. ഫുൾ ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ടാവും, എംപ്റ്റി ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ടാവും. അവ ഏതൊക്കെയാണ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ബി ജസ്റ്റ് ഇൻ appropriate personal protective equipment like safety shoes and safety spectacles. ഇപ്പോൾ ഈ സിലിണ്ടേഴ്സ് എന്താണ് സിലിണ്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ധരിച്ചിട്ട് വേണം നമ്മൾ അങ്ങനെയുള്ള വർക്കിൽ ഏർപ്പെടാനായിട്ട്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ധരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള വർക്കിൽ ഏർപ്പെടാനായിട്ട്. Never roll, drag or drop cylinders or allow them to stick each other. അതുപോലെ തന്നെ ചിലവർ എന്ത് ചെയ്യും, സിലിണ്ടേഴ്സ് റോൾ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്, വലിച്ച് അല്ലെ, അങ്ങനെ നീക്കി ഇതങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് അനുവദിക്കാനായിട്ട് പാടില്ല. Turn off all lights when cylinders are
നോട്ട് ഇൻ യൂസ്. നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാൽവ് ഓൺ ആക്കണം, ഓഫ് ആക്കണം? ഓഫ് ആക്കി തന്നെ ഇടേണ്ടതാണ്. When the cylinders is not in use, the valve protection cap shall be in place in protect the valve. അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാത്ത സന്ദർഭങ്ങളിൽ പ്രൊട്ടക്ഷൻ വാൽവ് ക്യാപ്പ് ഉണ്ടാവില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ക്യാപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലെ? നമ്മളുടെ വീടുകളിലൊന്നും ആലോചിച്ച് നോക്കാം കേട്ടോ. ക്യാപ്പ് ഉണ്ടാവും, പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഉണ്ടാവും. അപ്പൊ ആ ക്യാപ്പ് നമ്മൾ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാത്ത സന്ദർഭങ്ങളിൽ വാൽവിന്റെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഉപയോഗിക്കാനായിട്ട് അത് ശ്രദ്ധിക്കും. ഓക്കെ, വായിച്ചു നോക്കി. ഇത്രയും വരെ നമുക്ക് എടുത്ത് നിർത്താം കേട്ടോ. ഇത്രയും വരെ വായിച്ചു നോക്കാം. ഓക്കെ, എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞോ? നിങ്ങള് വായിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ കൃത്യമായിട്ട്? തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സംസാരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ ഞാൻ ഇനി എടുക്കുന്നത് HIS ആയിരിക്കും കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് ആയിരിക്കും എടുക്കുന്നത്. ടെസ്റ്റ് ഇതൊക്കെ വെച്ചിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പോഴേ തുടങ്ങി ജസ്റ്റ് ഒന്ന് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നമുക്കും എക്സാം വരാറായിട്ടുണ്ട്. 1 മാസമൊക്കെ കഴിയുമ്പോൾ എക്സാം ആകും. അപ്പോൾ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.